കോറോഹിൽ കൂട്ടപ്പിരിച്ചുവിടലിൽ തർക്കം ഒത്തുതീർപ്പിലേക്ക് 5 മാസത്തെ മുഴുവൻ ശമ്പളവും മുഴുവൻ ജീവനക്കാർക്കും നൽകും. പിരിച്ചുവിടൽ എന്നതിന് പകരം പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ നൽകും. തീരുമാനം തൊഴിൽ മന്ത്രിയുമായി കമ്പനി പ്രതിനിധികൾ നടത്തിയ ചർച്ചയിൽ ആണുണ്ടായത്. 5 മാസത്തെ ഗ്രോസ് സാലറി മുഴുവൻ എംപ്ലോയീസിനും, അതായത് ആദ്യം കൊടുത്ത 2 മാസം കൂടാതെ ഗ്രോസ് സാലറി 5 മാസത്തേക്കുള്ളത് 26-ാം തീയതി തന്നെ കൊടുക്കാമെന്ന് കമ്പനി സമ്മതിച്ചിട്ടുണ്ട്. അടുത്ത ഞായറാഴ്ചയ്ക്കുള്ളിൽ ആ ഗ്രോസ് ജീവനക്കാർ നമ്മൾ ആവശ്യപ്പെട്ട ആ തുക തരാമെന്ന് കമ്പനി സമ്മതിച്ചിട്ടുണ്ട്. അത് നേരത്തെ കൊടുത്തതിനെ ബാധിക്കുന്നതല്ല. ജീവനക്കാരുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും അതുപോലെ റിലീവിംഗ് ലെറ്റേഴ്സും അതർ റിലവൻറ്റ് ഡോക്യുമെൻറ്റ്സും ജീവനക്കാർക്ക് ആവശ്യമായ എല്ലാ റിലവൻറ്റ് ഡോക്യുമെൻറ്റ്സും കമ്പനി 26-ാം തീയതിക്ക് മുന്നേ കൊടുക്കുക. ഒരു അഡ്വേഴ്സ് റിമാർക്സും ഇല്ലാതെ തന്നെ അതോടൊപ്പം ഫ്യൂച്ചർ എംപ്ലോയ്മെൻറ്റിന് വളരെ ഗുണപ്രദമാകുന്ന രീതിയിലുള്ള ഡോക്യുമെൻറ്റ്സ് അവർ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം സ്മൂത്ത് ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ. ഇനി ഒരു കമ്പനിയിൽ പോയാൽ സ്വാഭാവികമായിട്ടും പ്രവർത്തിച്ച കമ്പനിയിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ ഉണ്ടാകും. അത്തരം കാര്യങ്ങളെല്ലാം തന്നെ കമ്പനി ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഡാൻ കുര്യൻ ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. ഡാൻ, ഈ കോറോഹിൽത്തിലെ കൂട്ടപ്പിരിച്ചുവിടൽ ഇപ്പോഴിതാ ഒത്തുതീർപ്പിലേക്ക് എത്തിയിരിക്കുന്നു. ഈ ചർച്ചയിൽ ഒത്തുതീർപ്പായില്ലെങ്കിൽ മറ്റു നടപടികളിലേക്കൊക്കെ കടക്കുമെന്നൊക്കെ സർക്കാർ അറിയിച്ചിരുന്നതാണ്. ഇപ്പോഴിനി അതിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. ഒത്തുതീർപ്പിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. എന്തൊക്കെയായിരുന്നു പ്രധാനമായി എടുത്ത തീരുമാനങ്ങൾ? കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണയുടെ സാന്നിധ്യത്തിൽ രാവിലെ 11:30യോടെയാണ് കോറോ ഹെൽത്ത് സ്ഥാപനത്തിലെ കമ്പനിയുടെ പ്രതിനിധികളും പിരിച്ചുവിട്ട തൊഴിലാളികളുടെ ഉദ്യോഗാർത്ഥികളുടെ പ്രതിനിധികളും ചർച്ചയ്ക്കെത്തിയത്. ഇരു വിഭാഗങ്ങളും പറഞ്ഞ കാര്യം മന്ത്രി വിശദമായി തന്നെ കേട്ടു. അതിനുശേഷമാണ് ഈ തൊഴിൽ നഷ്ടമായ 800 പേരുടെ ആശങ്ക അത് കാണാതിരിക്കാനാവില്ല എന്ന കൃത്യമായ നിലപാട് നേരത്തെ തന്നെ സർക്കാർ കമ്പനി പ്രതിനിധികളെ അറിയിച്ചതാണ്. അങ്ങനെയാണ് 5 മാസത്തെ ശമ്പളം അവർക്ക് നൽകാം എന്നുള്ള ധാരണയിലേക്ക് എത്തുകയും ആ 5 മാസത്തെ ശമ്പളം നൽകിക്കൊണ്ട് മറ്റൊരു ജോലി ലഭിക്കുന്നതിനുള്ള സാവകാശം ഈ 5 മാസം കൊണ്ട് ഉണ്ട് എന്ന കാര്യത്തിലൊരു ധാരണയിലേക്ക് എത്തിയത്. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ നിന്നൊരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഈ തൊഴിൽ നഷ്ടമായ എല്ലാവർക്കും എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കൂടി നൽകും. ആ കാര്യത്തിലും ഒരു ധാരണയിൽ എത്തിയിട്ടുണ്ട്. നിലവിൽ ചർച്ചയിൽ പൂർണ്ണ തൃപ്തരെന്നാണ് ഈ തൊഴിൽ നഷ്ടമായ ഉദ്യോഗാർത്ഥികളെ പ്രതിനിധീകരിച്ചെത്തിയിരിക്കുന്നവർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ചില വെല്ലുവിളികളും ആശങ്കകളും ഒക്കെ നിലനിന്നിരുന്നു. അത് ഇരു വിഭാഗങ്ങളോടും ഒരു ഒത്തുതീർപ്പിലേക്ക് എത്തണം. അതല്ലാതെ ഒരു പിടിവാശിയുമായി മുമ്പോട്ട് നീങ്ങിയാൽ അത് ആർക്കും ഗുണം ചെയ്യില്ല എന്ന നിലപാട് സർക്കാർ നേരത്തെ അറിയിച്ചതാണ്. മന്ത്രി ബിന്ദു കൃഷ്ണയും അത് ആവർത്തിക്കുകയാണ് ചെയ്തത് ഈ കൂടിക്കാഴ്ചയിൽ. എന്തായാലും അതിനൊടുവിലാണ് ഇരു വിഭാഗത്തിലെയും പ്രതിനിധികൾ മാധ്യമങ്ങളെ കണ്ട് സമരം ഒരു പര്യവസാനത്തിലേക്ക് എത്തുകയാണ്. 5 മാസത്തെ ശമ്പളം കൃത്യമായി നൽകാമെന്ന രേഖാമൂലമുള്ള ഉറപ്പ് നൽകിയിരിക്കുന്ന പശ്ചാത്തലത്തിൽ അവർക്ക് മറ്റൊരു ജോലി കണ്ടെത്താനുള്ള ഒരു സാവകാശമായി കൂടി അത് മാറുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ശരി, ഡാനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. ആജ്ഞ കൂടി ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ആജ്ഞ, ഇതിൽ 5 മാസത്തെ മുഴുവൻ ശമ്പളവും മുഴുവൻ ജീവനക്കാർക്ക് നൽകും, അതുപോലെ തന്നെ പിരിച്ചുവിടൽ എന്നതിന് പകരം പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ നൽകും എന്ന കാര്യങ്ങളൊക്കെ കമ്പനി ഇപ്പോൾ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ജീവനക്കാരുടെ ഭാഗത്ത് നിന്ന് ഇനി മറ്റെന്തെങ്കിലും തരത്തിലുള്ള എതിർപ്പുകൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ, പരാതികൾ നിലനിൽക്കുന്നുണ്ടോ? അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? അനുശ്രീ, ഞാനിപ്പോൾ ഉള്ളത് കൊച്ചിയിലെ കോറോ ഹെൽത്തിന്റെ ഓഫീസിന്റെ അടുത്താണ്. അവിടെ ജീവനക്കാരെ, അതായത് പിരിച്ചുവിടുന്ന നടപടി നേരിടേണ്ടി വന്ന ജീവനക്കാരിൽ ചില ആളുകളുണ്ട്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. എന്തായാലും ആശ്വാസകരമായ നടപടി എന്നാണ് ഇവരുടെ പ്രതിനിധികൾ തിരുവനന്തപുരത്തുള്ള ചർച്ചയിൽ അവർക്ക് ആശ്വാസകരമായ നടപടി എന്നുള്ള പ്രതികരണമാണ് അല്പം മുമ്പ് ഫോണിൽ അവരോട് സംസാരിച്ചപ്പോൾ നമുക്ക് ലഭിച്ച വിവരം അങ്ങനെയാണ്. എന്തായാലും നമുക്ക് ഇവിടെയുള്ള ആളുകളോട് കൂടി ചോദിക്കാം. ഇപ്പോൾ 5 മാസ ശമ്പളം എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്. മാത്രമല്ല പിരിച്ചുവിടൽ നടപടി എന്നുള്ളത് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എന്നുള്ള ഇതിലേക്കും മാറിയിട്ടുണ്ട്. ആശ്വാസകരമാണോ ഈ നടപടി? സന്തോഷം. നിയമലംഘനത്തെ നിയമം കൊണ്ട് തന്നെ നേരിട്ടു എന്നുള്ളതാണ് അതിലേറ്റവും ഒരു സന്തോഷം. കേരള ഗവൺമെൻറ്, പ്രതിപക്ഷ പാർട്ടികൾ, തൊഴിലാളി യൂണിയനുകൾ, മീഡിയ കവറേജ് എല്ലാം തന്നെ ഈ ഒരു സക്സസ്ഫുള്ളിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ്. ഇനി ഇവിടെ നമ്മുടെ കാക്കനാടാണെങ്കിലും ഒരുപാട് IT പാർക്കുകളുണ്ട്. ഒരു ഉദ്യോഗാർത്ഥികൾക്കും ഇതുപോലെയുള്ള ഒരു ദുരനുഭവം ഉണ്ടാവരുത് എന്നുള്ളൊരു പ്രാർത്ഥന ഇവിടെ ഉണ്ട്. എന്തായാലും വളരെ സന്തോഷം. സർക്കാർ സമയോചിതമായി ഇടപെട്ടു എന്ന് വേണം അതിനെ പറയാൻ. അതെ, ഇപ്പോ എല്ലാരും ഗവൺമെന്റ് ആയാലും നമ്മളെ കൂടെ നിന്നുകൊണ്ടുള്ള ഒരു ഇതാണ് നമുക്കിപ്പോ കിട്ടിയത്. അതിന്റെ ഒരു സക്സസ് ആണ് നമുക്കിപ്പോ കിട്ടിയിട്ടുള്ളത്. അപ്പൊ എന്തായാലും സന്തോഷമുണ്ട്. എല്ലാവരും ഇപ്പോൾ ന്യൂസ് ആണെങ്കിലും സോഷ്യൽ മീഡിയ ആണെങ്കിലും എല്ലാവരും ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത് തന്നതിന് എല്ലാവരോടും നല്ലൊരു താങ്ക്സ് ഉണ്ട്. എല്ലാവർക്കും നന്ദിയുണ്ട്.
ഇത്രയും എത്തിച്ച് ഇതുവരെ ഞങ്ങൾക്കിപ്പോൾ ഒരു 5 മാസത്തെ എക്സ്ട്രാ കിട്ടുന്നുള്ള കാര്യത്തിലുള്ള തീരുമാനം ആയതുകൊണ്ടുള്ള എന്തായാലും അതിനുള്ള നല്ല സന്തോഷമുണ്ട്. എല്ലാവർക്കും നല്ല സന്തോഷമുണ്ട്. മറ്റൊരു ജോലി തേടാനുള്ള ഒരു സമയം കൂടി എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തിയല്ലോ. വേറൊരു ജോലി തേടാനുള്ള സമയം, സാവകാശം, അങ്ങനെ ഒരു ഇതിലേക്ക് എത്തിയല്ലോ. മാത്രമല്ല നിയമപരമല്ലാതെ ഉണ്ടായിരുന്ന ഒരു പിരിച്ചുവിടലിനെതിരെയുള്ള ഒരു ചോദ്യം ചെയ്യൽ കൂടിയാണ്. നിങ്ങൾ കൂട്ടായ്മയോടെ എല്ലാവരും 500-ലധികം പേര്, 800-ഓളം പേരുണ്ടായിരുന്നു. എല്ലാവരും ഒന്നിച്ചു നിന്നത് കൊണ്ടും കുറച്ചുകൂടി അതൊരു കൂടുതൽ സക്സസിലേക്ക് എത്തിയെന്ന് വേണം പറയാം, അല്ലേ? അതെ. ഇപ്പൊ നമ്മൾ ഈ 800 പേരാണെങ്കിലും ഒരുമിച്ച് നിന്നിട്ടാണ് ഇത് ഫൈറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ കുറച്ച് പേര് മാറി നിൽക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഈ ഒരു സക്സസ് ഉണ്ടാവില്ലേന്നോ. അപ്പൊ എന്ത് തോന്നുന്നു ഈ ഒരു തീരുമാനം? സന്തോഷം. നമ്മള് ഇത്രയും ചെയ്തിട്ട് സന്തോഷായി, ഇങ്ങനത്തെ ഒരു ബെനിഫിറ്റ് കിട്ടിയല്ലേ. എന്തായാലും ഞാൻ കുറച്ചുകൂടി വ്യക്തമാക്കാൻ വേണ്ടിയിട്ട്, അതായത് ഇത്രയും അധികം ആളുകൾ, ചില ആളുകൾക്കൊക്കെ ക്യാമറ ഫേസ് ചെയ്യാനുള്ള പേടിയുണ്ട്, എന്നാലും അവരുടെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു എന്ന് വേണം പറയാനല്ലേ. എല്ലാവരും പ്രത്യക്ഷത്തിൽ വന്ന ആൾക്കാരുണ്ട്, പരോക്ഷമായി നിന്ന ആൾക്കാരുണ്ട്. എല്ലാവരും നമുക്ക് സപ്പോർട്ടായിട്ട് നിന്നിട്ടുള്ളൂ. പിന്നെ കുറേ ആൾക്കാർക്ക് വരാൻ പറ്റിയിട്ടില്ല, ഓരോ സാഹചര്യം കൊണ്ടാണ്. ഇതിൻ്റെ കൂടെ നിന്ന് പ്രവർത്തിച്ച എല്ലാവർക്കും സന്തോഷം, നന്ദി. അല്ല, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് എല്ലാവിധം സപ്പോർട്ടുണ്ടായി. നമ്മുടെ തോമസ് MLA, മന്ത്രി, തൊഴിൽ വകുപ്പ് മന്ത്രി, മുഖ്യമന്ത്രി, എല്ലാവരും ഗവൺമെൻറ് ഭാഗത്ത് നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ നമ്മുടെ INTSU എല്ലാവരും നല്ല രീതിയിൽ, എല്ലാ തൊഴിലാളി സംഘടനകളും നമ്മുടെ ഒപ്പം നിന്നു. അപ്പോൾ നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കിയതിന് നന്ദി. അതിനാണ് അനുശ്രീ എല്ലാ തൊഴിലാളി സംഘടനകളും, INTUC, IITUC, CITU തുടങ്ങിയ എല്ലാ തൊഴിലാളി സംഘടനകളും, സ്ഥലം MLA, അതുപോലെ തൊഴിൽ മന്ത്രി, വിവിധ യുവജന സംഘടനകളൊക്കെയും ഇവർക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചുവെന്ന് വേണം പറയാൻ. പ്രത്യേകിച്ചും ഒരു നിയമവിരുദ്ധമായിട്ടുള്ള പെട്ടെന്ന് ഒരു നടപടിക്രമങ്ങളും പാലിക്കാതെ ഒരു കൂട്ടം ആളുകളെ ഓഫീസ് അടച്ചു പൂട്ടുന്നതുമായി ബന്ധപ്പെട്ടും അതല്ലെങ്കിൽ അവർക്ക് സാമ്പത്തികമായി നഷ്ടമുണ്ടാക്കുന്നു എന്ന് കമ്പനി കാണിച്ചുകൊണ്ട് ഓഫീസ് അടച്ചു പൂട്ടുന്ന അടിയന്തര നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ അടക്കം. അതെ, കോറോഹെൽത്ത് കൂട്ടപ്പിരിച്ചുവിടൽ ഇപ്പോഴത്തെ തർക്കം ഒത്തുതീർപ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. ഡാൻ കുര്യനും ആജ്ഞ രവീന്ദ്രനുമാണ് കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.